പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ അപ്പൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 5-ാം വാക്യം. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. പ്രിയ മക്കളെ, നോക്കൂ, ഇവിടെ വല്ലതും കിട്ടുമെന്ന് കരുതി സൂക്ഷിച്ചു നോക്കി. ആരെയാണ് സൂക്ഷിച്ചു നോക്കിയത്? അതായത് ഇവിടെ 1-ാം വാക്യം നാം നോക്കുമ്പോൾ, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവന് ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. നോക്കൂ, ഈ മുടന്തനായവനാണ് ഈ യോഹന്നാനെയും പത്രോസിനെയും സൂക്ഷിച്ചു നോക്കുന്നത്. അത് എന്തിനാണ്? ഇവനെ ഭിക്ഷ യാചിക്കുവാനാണ്. ദിനം പ്രതി. ഹല്ലേലൂയ. അവിടെ പ്രത്യേകിച്ച് ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഹല്ലേലൂയ. അതും ഒരുവൻ ചുമന്നുകൊണ്ടുവന്നാണ് ഇരുത്തുന്നത്. ഹല്ലേലൂയ. പേരെന്താ? സുന്ദരമെന്ന ദേവാലയത്തെങ്കില. ഹല്ലേലൂയ. പേരെല്ലാം ശരി തന്നെ, നല്ലതാണ് കേൾക്കുവാനും. പക്ഷേ അവിടെ വന്നിരിക്കുന്നവനൊരു കുറവ്. ഹല്ലേലൂയ. ഇവൻ മുടന്തന, അതും അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ. ഹല്ലേലൂയ. ഇവരെയുള്ള ആ സൂക്ഷിച്ചു നോട്ടത്തില് ഇവന് വല്ലതും കിട്ടും എന്നെന്താണ്? എല്ലാവരും എന്താണ്? പൈസയൊക്കെയാ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവനും അവരെ സൂക്ഷിച്ചു നോക്കുക. എനിക്ക് വല്ലതും കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ്, ഹല്ലേലൂയ, ആ സൂക്ഷിച്ചു നോട്ടത്തിൽ വല്ലതും കിട്ടുമെന്നുള്ള അർത്ഥത്തിൽ പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അതെന്താണ്? നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഇവിടെ പറയും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെന്താ? അതൊക്കെ നേരത്തെ എല്ലാം എന്തുവാ, വല്ലവരെയൊക്കെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവന് പൈസയൊക്കെ കിട്ടുന്നേ, ഭിക്ഷയ്ക്ക് വേണ്ടുന്ന അതൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താ? വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നു, നീ യേശുവിൻ്റെ നാമത്തിൽ നടക്ക. അതല്ലേ നിനക്കിപ്പോൾ ആവശ്യം വേണ്ടുന്നത്. നീ നടന്നാലേ നീ ഈ ഭിക്ഷ ചോദിച്ചിരിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നിനക്ക് എന്താണ്? ഹല്ലേലൂയ. പിന്നീട് യേശുവിനെ സ്തുതിക്കുവാനോ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കി ഈ ഭിക്ഷയ്ക്ക് പോകാതെ നിന്റെ കാര്യങ്ങൾ നടത്തുവാനോ ഒക്കെ സാധിക്കും. ഇവിടെ നോക്കൂ, പത്രോസ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ. ഹല്ലേലൂയ. നോക്കൂ, അല്പസമയം കഴിഞ്ഞൊന്നും അല്ല, അത് പിന്നീടാകട്ടെന്നൊന്നും അല്ല പറഞ്ഞത്. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും മുറിച്ചവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പ്രിയ മക്കളെ, അപ്പന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ക്ഷണത്തിൽ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് ഹല്ലേലൂയ, ഇനി ഇത് ഒരാഴ്ച കഴിയട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ വൈദ്യന്മാരെ, ഡോക്ടർമാരെയൊക്കെ കാണുമ്പോൾ പറയുമല്ലോ, നിങ്ങൾ ഈ ആഴ്ച ഒന്ന് ഇത് കഴിച്ചു നോക്ക്, പിന്നീട് നിങ്ങൾ ഇവിടെ വാ, പിന്നീട് അതിന് വേണ്ടതായി മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ. ഇവിടെ നോക്കൂ, ഹല്ലേലൂയ, പത്രോസ്, ഹല്ലേലൂയ, ആ മനുഷ്യന്റെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കൈയും കാലും എല്ലാം, ഹല്ലേലൂയ, ഉറച്ചു നിൽക്കുക. പ്രിയ മക്കളെ, ഇതാണ് അപ്പന്റെ പാദപീഠത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഉടനടി മറുപടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ളത് അപ്പന്റെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ വിടുതലാണ് പ്രിയ മക്കളെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, ഒരു ഭരണി അല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. നിന്റെ കൈവശം, നിന്റെ ഭവനത്തിൽ നിനക്ക് വേണ്ടുന്നത് എന്താ ഉള്ളത്? ഹല്ലേലൂയ. ഇപ്പോൾ നിന്റെ ആവശ്യത്തിന് വേണ്ടുന്ന എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് എന്തൊക്കെ ഉണ്ട്? അതൊന്ന് നീ, ഹല്ലേലൂയ, നേരാവണ്ണം പറ. സത്യത്തോട് ദൈവസന്നിധി നിൽക്ക്. ഇവിടെ നോക്കൂ,
രാജാക്കന്മാർ 4:2 പറയുന്നുണ്ട്, എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. പ്രിയ മക്കളെ, ഉള്ളതുപോലെ പറയുമ്പോൾ അവിടെ നമുക്ക് ഹല്ലേലൂയ എന്നേക്കും വേണ്ടുന്നത് ലഭിക്കുവാൻ കാരണമായി തീരും. സത്യമായിട്ട് നമ്മൾ തുറന്നു പറയണം. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് അതിന്റെ മറുപടി താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിങ്ങൾ പറയേണ്ടവരോട്, സുവിശേഷം പറയേണ്ടവരോടൊക്കെ പറയണം. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കരുത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾക്കുള്ളത് നിങ്ങൾ പകർന്നു കൊടുക്കുമ്പോഴാണ് അതിൽ നിന്ന് പ്രാപിപ്പാൻ മറ്റുള്ളവർക്കും കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ അയൽക്കാരോടൊക്കെ നിങ്ങൾ സുവിശേഷം പറ. നിങ്ങൾക്കുള്ളത്, നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. ഒന്നും കുറവായിരിക്കല്ലേ. ഒരു മനുഷ്യൻ പോലെ ഈ നാളുകളിൽ വചനം കേട്ടില്ല എന്ന് പറയുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നോക്കൂ, വിശ്വസ്തയോടെ കർത്താവിന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ അവിടെ ഹല്ലേലൂയ ദൈവപ്രവൃത്തി, ദൈവം പറയുന്ന ഓരോ വാഗ്ദത്തങ്ങളും വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, അവൾ പറഞ്ഞതുപോലെ വെറും പാത്രങ്ങൾ ഹല്ലേലൂയ അവളുടെ ഭവനത്തിലുള്ളത് വെച്ചു, പിന്നീട് അയൽക്കാരോട് വാങ്ങി. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു. ഹല്ലേലൂയ. പിന്നീട് 5-ാം വാക്യത്തിൽ കാണാം, അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്തു കടന്ന് വാതിലടച്ച് അവർ അവരുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചത് പകർന്നു കൊടുക്കുമ്പോൾ പ്രിയതേ മക്കളെ, അവിടെ ദൈവപ്രവൃത്തി കാണും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളും അമ്മയുടെ കൂടെ നിൽക്കേ. ഹല്ലേലൂയ. ഇന്നെങ്ങനെയാണ് പ്രിയതേ മക്കളെ കാണുന്നത്? കുഞ്ഞുങ്ങൾ ഒരു സൈഡിലെ, അമ്മയും അപ്പനും ഒരു സൈഡിലെ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചോ ഞങ്ങളുടെ കാര്യം. ഇന്ന് അവർക്കൊന്നും സമയമില്ല. ഹല്ലേലൂയ. കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പാടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ കർത്താവിന് കൊടുക്കേണ്ടുന്ന മഹത്വം കരയറ്റുമ്പോഴാണ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ ഇന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ, അതായത് ഹല്ലേലൂയ കുടുംബ പ്രാർത്ഥനകൾ എത്ര ഭവനങ്ങളിലാണ് ഉള്ളത്. ഹല്ലേലൂയ. ഇന്ന് അതിനു വേണ്ടി സമയങ്ങൾ ആരെല്ലാം വേർതിരിക്കുന്നു. അങ്ങനെ സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധി ആയിരിക്കുന്നവരുടെ ഭവനത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, അമ്മയും മക്കളും ഹല്ലേലൂയ ഭവനത്തിന്റെ ഭവനത്തിലേക്ക് കടന്ന് അവർ വാതിൽ അടച്ച്. ഹല്ലേലൂയ. നോക്കൂ, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് നീ പകർന്നു കൊടുക്കുമ്പോൾ യേശോപ്പൻ അവിടെ ഹല്ലേലൂയ വേണ്ടുന്ന നിനക്ക് വേണ്ടി നൽകി തരും. ഹല്ലേലൂയ. നിനക്ക് ഒരു കുറവും വരുത്തത്തില്ല. യേശോപ്പനെ അറിയുന്ന ഒരു മക്കളെയും കർത്താവപ്പൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ചെയ്യില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആരെല്ലാം നിന്നോ അവിടെ ഉയർച്ച തന്നെ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, നിന്നിലൂടെ ഹല്ലേലൂയ പകരുന്ന ആ എണ്ണ, ആ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരും യേശുവിന്റെ സാക്ഷികളായി തീരുവാൻ ഇടയായിത്തീരും. പ്രിയ മക്കളെ, നിന്റെ കൈവശം എന്തുണ്ട്? നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നീ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും അയൽക്കാരെയും എല്ലാം ഞാൻ ഹല്ലേലൂയ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ ഞാൻ ശക്തനാണ്. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. സുവിശേഷം നമ്മൾ അറിയിക്കണം. പ്രിയ മക്കളെ, അറിയിക്കുമ്പോഴാണല്ലോ, മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലോ അവരും നമ്മുടെ അപ്പനെ കുറിച്ച് അറിയുവാൻ, യേശുപ്പനിലേക്ക് അവരും കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമ്പോൾ വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നമുക്കുള്ളത് അപ്പന്റെ സന്നിധി വെക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി ഹല്ലേലൂയ നമുക്കും അനുഭവിപ്പാൻ ഇടയായിത്തീരും. പ്രിയ മക്കളെ,
ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോട് കൈകാര്യം ചെയ്യുവാൻ ഓരോ മക്കൾക്കും അപ്പച്ചൻ കൃപ കൊടുക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ കാത്തുകൊള്ളണം കർത്താവേ, ഉള്ളം കരങ്ങളിൽ വഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, അവരെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയായി തീരണമേ. കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.